പ്രിയമുള്ളവരെ നമസ്കാരം. മിന്നൽ നിച്ചുവാണ്. എന്റെ എല്ലാ വീഡിയോക്കും ഒരൊറ്റൊരു കമന്റ് വരുന്നുള്ളൂ. മുരളി ചേട്ടന്റെ DNA ടെസ്റ്റ് പോസിറ്റീവ് ആയല്ലേ, അതിന്റെ റിപ്പോർട്ട് എവിടെ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ ഞാൻ പറഞ്ഞുതരാം. DNA ടെസ്റ്റ് നടത്തി ഒരു 3 മണിക്കൂർ കൊണ്ട് അതിന്റെ അപ്രൂവൽ കിട്ടി പോസിറ്റീവായി. അതുകൊണ്ട് ഒരുപാട് മേഖലയിൽ നാണം കിട്ടിയിട്ടുണ്ട് ആര്, നമ്മുടെ മുരളി ചേട്ടൻ. അതുകൊണ്ട് മുരളി ചേട്ടൻ ഒരു കാര്യം പറഞ്ഞു, DNA പോസിറ്റീവ് ആയല്ലോ, അതിന് റിപ്പോർട്ട് എനിക്ക് തരുമെന്ന് വെച്ച് കൊടുത്തിട്ടാകുമ്പോഴത്തേക്ക് ഇയാൾ പറഞ്ഞു ഞാൻ ഒരു മീഡിയക്കും കാണിക്കില്ല എന്ന്. എന്താ ഞങ്ങൾ ചോദിച്ചു, ഒരുപാട് മീഡിയക്കാർ ചോദിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് അറിയണം. അങ്ങനെ അറിയണ്ട. ഇപ്പൊ എനിക്കറിഞ്ഞു, എനിക്ക് റിപ്പോർട്ട് കിട്ടി, ഇപ്പൊ നിങ്ങൾക്കും അറിഞ്ഞു, ഇനി ബാക്കിയുള്ളവരെല്ലാം അറിയണ്ട. ഒരു സമൂഹത്തിന് മുമ്പില് ഒരു റിപ്പോർട്ട് കൊണ്ടല്ലേ ഉള്ളത്. അയാൾ പറഞ്ഞു ഇതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു, എന്നെ മോളെ നോക്കിയാൽ മതി, അതേ ജയന്റെ അതേ മുഖമാണ്, അതായത് ഇയാൾ അച്ഛൻ്റെ. അതുകൊണ്ട് പിന്നെ ഞാൻ അയാളെ പേഴ്സണൽ അഭിപ്രായമാണത്. DNA ടെസ്റ്റ് എന്റേതുമല്ല നിങ്ങളതുമല്ല, അയാളുടെ DNA ടെസ്റ്റ്. അപ്പൊ എന്ത് ചെയ്യണം? അയാൾ പറഞ്ഞ പോലെ ചെയ്യിക്കണോ, താടോ നിർത്തിയായിട്ടാണോ? അതല്ലേ വേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരുപാട് പ്രേക്ഷകർ വിശ്വസിച്ചാൽ കല്ലിവില്ലി ആരാന്ന്. പിന്നെ പറയുമ്പോഴത്തേക്ക് അയാൾക്ക് പ്രശ്നം എന്തൊരു പ്രശ്നം വന്നാല്, ഒരു മൂവി ഉണ്ടായിരുന്നു അയാളത്, എന്നൊരു ബസ് കണ്ടക്ടറായിട്ട്. ആ ബസ് കണ്ടക്ടറായ ഒരു മൂവിയിലോട്ട് ഒരു ബുദ്ധിമുട്ട് വരും. അതിന്റെ റിലീസിന്റെ സമയത്ത്, അതിന്റെ പിക്ചേഴ്സ് റിലീസായിരുന്നു. അതൊക്കെ അവൾക്കൊരു പേഴ്സണലായിട്ട് പ്രോബ്ലം ഉള്ളത്. അയാൾ പറഞ്ഞു ഇതിനെ വെളിപ്പെടുത്തും. എന്നെ ആരെങ്കിലും ഒരാൾ അത്ര ആണാണെങ്കിൽ എന്റെ അടുത്തേക്ക് പറട്ടെ, ഞാൻ ഈ സർട്ടിഫൈഡ് ഞാൻ വെളിപ്പെടുത്തും, അല്ലാതെ വെളിപ്പെടുത്തൂല എന്ന് പറയും. അപ്പൊ അദ്ദേഹം അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഞാനായിട്ടോ അതിന്റെ ഡോക്ടറായിട്ടോ എന്ത് ചെയ്യാനാ? പിന്നെ ആ റിപ്പോർട്ട് അത് അയാളുടെ ഒരു പേഴ്സണൽ സെക്യൂർ ആണ്. അപ്പൊ അയാൾക്ക് കൊടുത്തത് മാത്രല്ല, അതിന് 13,500 അയാൾ കാണിച്ചു ഇന്ന ബില്ലെടുക്കാൻ വേണ്ടി. ഞങ്ങൾ പറഞ്ഞു വേണ്ട ഞങ്ങൾ വാക്ക് പാലിച്ചു. അയാൾ പറഞ്ഞു വേണ്ട, ഇത് പണം പിടിച്ചോ. ഞാൻ അങ്ങോട്ട് വേണ്ട, ഞങ്ങൾ പേയ്മെന്റ് എടുത്ത് ഞങ്ങൾ നേരെ വന്നു. അതാണ് സംഭവിച്ചത്. അതല്ലാതെ നിങ്ങൾക്ക് മനഃപൂർവ്വം ഞാൻ കാണിക്കാതിരിക്കും, ഞങ്ങൾക്ക് കള്ളം പറയാൻ എനിക്ക് വലിയ കാര്യമൊന്നുമില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഒരു സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ അധികം കള്ളന്മാരാക്കരുത് ഒരാളെ. അത് നല്ല കാര്യങ്ങളൊന്നുമില്ല, അത് മനസ്സിലാക്കണം. ഓക്കെ. അപ്പൊ റിസൾട്ടിനെ പറ്റി പറഞ്ഞില്ല. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം DM വന്നാൽ മതി. അതിന്റെ പേരും ഡോക്ടർ മിന്നൽ നിച്ചു എന്നാണ്. അതുകൊണ്ട് ആരെയും ഞാൻ വെറുപ്പിക്കുന്ന കാര്യങ്ങളോ അല്ല. ഒരാൾ പറഞ്ഞിട്ടുണ്ട്, തന്റെ മൊത്തത്തിലുള്ളത് സബ്സ്ക്രൈബിനെ അൺസബ്സ്ക്രൈബർ ആക്കുന്നു. ഒരു കുഴപ്പമില്ല. ഈ യൂട്യൂബ് കൊണ്ട് എനിക്ക് 5 പൈസ ഇല്ല, ഞങ്ങൾക്ക് 5 ഗുണവും ഇല്ല, സമയം വേസ്റ്റ് അല്ലാതെ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു കുഴപ്പമില്ല. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ വലിയ നിർബന്ധമൊന്നുമില്ല. ഞാൻ ഇതുവരെ ഒരു വീഡിയോയിലും ഇത് സബ്സ്ക്രൈബ് ചെയ്യണേ, ഇത് ഷെയർ ചെയ്യണേ, ഇത് കമന്റ് ചെയ്യണേ ഞാൻ ഇതുവരെ പറഞ്ഞില്ല. അതിന്റെ ആവശ്യം എനിക്കില്ല. ആവശ്യം എനിക്കില്ല. പിന്നെ പറയുന്നത് ഇത് എല്ലാവർക്കും ഈ സത്യം അറിയുന്നത് കൊണ്ട് കുറെ ആൾക്കാർ എന്നെ ചോദിച്ചു വന്നിട്ടുമില്ല, ഇത് തന്നോളൂ വലിയ താൻ വന്നിട്ടില്ല, എന്തുകൊണ്ടാ? അത് പറയുമ്പോൾ അവർക്ക് ഏകദേശം ആൾക്കാർക്ക് അറിയാം ഇയാള് ഈ മുരളി ചേട്ടൻ നമ്മളെ ആക്ടർ ജയൻ സാറിന്റെ മകൻ തന്നെന്ന്. അതുകൊണ്ട് കുറെ ആൾക്കാരൊന്നും വന്നിട്ടില്ല. ഇല്ലെങ്കിൽ കുറെ വാലും വെച്ച് കൊടുക്കുന്ന ആൾക്കാർ വന്നേനെ, അത് വന്നിട്ടില്ല. പിന്നീട് ഒരുപാട് ആൾക്കാർക്ക് സിനിമാ മേഖലയിലാണെങ്കിലും ഈ ആക്ടർ മേഖലയിലാണെങ്കിലും ഒരുപാട് ഇയാൾക്ക് ശത്രുക്കളുണ്ട്. അതുകൊണ്ട് അവരവിടെ തന്നെ മൂടി വെച്ചു. ഇയാൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല, ഇപ്പൊ ലോകത്തൊന്നും കാണിക്കണ്ട, എനിക്കുള്ളത് കിട്ടിയ എനിക്ക് മതിയെന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി കമന്റ് ഇട്ടുള്ളൂ, അതിലേക്കുള്ള വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതാ നിർത്തുന്നു. നന്ദി, നമസ്കാരം.